ഹായ് ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ അവസാനം കാത്തിരുന്ന ദിവസങ്ങളെത്തി. നമ്മൾ +2 കഴിഞ്ഞ് നല്ല രീതിക്ക് വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ +2 കഴിഞ്ഞിരിക്കുന്നു. കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു വാട്ട് ആഫ്റ്റർ +2. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതും പറയുന്നുണ്ട്. കുറച്ചൊരു കമന്റ് ബോക്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. ഞാൻ Q&A വീഡിയോ ആയിട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നുള്ളൂ. അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് പേര് എന്താണെന്ന് വെച്ചാൽ എന്നോട് എന്തിനാണ് സയൻസ് എടുത്തതെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ആദ്യം പറഞ്ഞിട്ട് കരിയറിലേക്കുള്ളത് പറയാം. സയൻസ് എടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞ ടൈമിലാണ് ഈ നീറ്റ് JEE ഇതൊക്കെ കുറച്ച് ട്രെൻഡായി വരുന്നത്. അപ്പോൾ എനിക്ക് മെഡിക്കൽ ഫീൽഡ് പണ്ടൊട്ടേ താല്പര്യമുള്ളൊരു മേഖലയാണ്. അപ്പോൾ ഞാൻ നീറ്റ് എഴുതിയിട്ട് MBBS പോകാനായിരുന്നു വിചാരിച്ചത്. അതുകൊണ്ടാണ് സയൻസ് എടുത്തത്. പിന്നെ സയൻസ് എടുത്തത് ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഏത് ഫീൽഡിലേക്ക് വേണമെങ്കിലും പോകാം. കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഏത് ഫീൽഡിലേക്കാണെങ്കിലും തിരിയാൻ പറ്റും. പക്ഷെ അതൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതിലേക്ക് വരാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാൻ പറ്റില്ല. അതായത് ഞാൻ ഇപ്പോൾ കൊമേഴ്സ് ഒക്കെ എടുത്തിരുന്നെങ്കിൽ എനിക്ക് മെഡിക്കൽ ഫീൽഡിലോട്ട് വരാനേ പറ്റില്ല. ബയോളജി ഒന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അതുകൊണ്ട് സയൻസ് എടുക്കാമെന്ന് വെച്ചു. സയൻസിൽ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു, ബയോ സയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ബയോ സയൻസ് എടുത്താൽ നമുക്ക് കമ്പ്യൂട്ടർ ഫീൽഡ് പഠിക്കാം. പക്ഷെ കമ്പ്യൂട്ടർ സയൻസ് എടുത്താൽ ബയോ ഫീൽഡ് പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ബയോ ഫീൽഡിനെ എടുത്തു. മെഡിക്കൽ ഫീൽഡ് താല്പര്യം ഉണ്ടായിരുന്നല്ലോ. അങ്ങനെയാണ് സയൻസ് എടുത്തത്. പിന്നെ ഒരു മാസമൊക്കെ പഠിച്ചു തുടങ്ങി എത്തിയപ്പോഴാണ് മനസ്സിലായത് 10 വരെ പഠിച്ച സയൻസ് അല്ല ഈ +1 +2 ഉള്ളത്. അപ്പം തന്നെ കുറച്ചൊക്കെ കിളിപോയ അവസ്ഥയായിരുന്നു. കാരണം ഏറ്റവും സിമ്പിളായ വിഷയം ബയോളജി ഒക്കെ NCERT വായിച്ചു നോക്കുമ്പോഴും ആ ലിവിങ് വേൾഡ് എന്നുള്ള 1-2 മാർക്കിന് ചെറിയ ചാപ്റ്ററിന് എത്രയോ ഉണ്ട്, ഒന്നും മനസ്സിലാത്ത അവസ്ഥയായിരുന്നു. പിന്നെ അങ്ങനെ പഠിക്കാണ്ട് അങ്ങനെ പോയി. ഈ നീറ്റ് എന്നുള്ള സ്വപ്നം ഉപേക്ഷിച്ചു. എന്നാലും പിന്നെ +2 ശേഷം എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ +2 കഴിഞ്ഞ് വെയിറ്റ് ചെയ്തു. പിന്നെ ഞാൻ ഈ അടുത്ത കാലത്ത് ഒന്നും കൂടെ ഒക്കെ ഒന്ന് നോക്കിയിരുന്നു എന്താ നീറ്റ് നോക്കണമെന്നൊക്കെ. അപ്പോൾ കുറച്ച് റിസർച്ചൊക്കെ എല്ലാ കരിയറിനെ പറ്റി നടത്തിയപ്പോൾ ഇപ്പോൾ നമുക്കറിയണ കുറച്ച് ടീച്ചേഴ്സ് തന്നെ യൂട്യൂബിൽ ഇടുന്നുണ്ട്. അതായത് കുറച്ച് റിസർച്ചൊക്കെ നടത്തിയിരുന്നു. പരിചയം 1-2 പേരോട് ചോദിക്കുകയും ചെയ്തു. അതായത് നമ്മൾ 1-2 വർഷം നമ്മുടെ എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് നമ്മൾ നീറ്റ് എഴുതുന്നത്. അതിനുശേഷം നമ്മൾ MBBS എഴുതുന്നു. അതൊരു 4-4.5 വർഷം ഉണ്ടാവും, 5 വർഷത്തെ. അതിനുശേഷം പിന്നെ നമ്മൾ MD ചെയ്യണം. അതായത് നോർമൽ MBBS എടുത്ത് ഇപ്പോഴത്തെ ഇതിൽ വലിയ കാര്യമില്ല. അപ്പോൾ നമ്മൾ 10-12 വർഷം അങ്ങനെ പോകണം. അപ്പോൾ പിന്നെ എനിക്കങ്ങനെ 10-12 വർഷം കളയാൻ മാത്രം പാഷനേറ്റ് അല്ല ഞാൻ. അത്രയ്ക്ക് പാഷനേറ്റ് ആയി ഡെഫിനറ്റ്ലി MBBS എടുത്തിരിക്കണം. കാരണം നല്ല ഡോക്ടേഴ്സിന് നമുക്ക് എന്നും ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നെ അങ്ങനെ എടുക്കേണ്ടതെന്ന് വെച്ചു. പിന്നെ എന്താ വെച്ചാൽ ഈ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇതിലെനിക്ക് മാത്സ് ഒക്കെ നല്ല ഇഷ്ടമാണ്. ഫിസിക്സ് എനിക്ക് താല്പര്യമുള്ള സബ്ജക്റ്റാണ്. പക്ഷെ ഇനിയും എനിക്ക് പഠിക്കാൻ വയ്യ. +2 തന്നെ അങ്ങനെയൊക്കെയാണ് കുറച്ചെങ്കിലും എത്തിച്ചത്. അതുകൊണ്ട് ആ ഫീൽഡ് വേണ്ടെന്ന് ഞാൻ ഉറപ്പിച്ചു. പിന്നെയുള്ള മെഡിക്കൽ ഫീൽഡാണ്. മെഡിക്കൽ ഫീൽഡിൽ ഇപ്പോൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള BSc നഴ്സിംഗ് തന്നെയാണ്. കാരണം ഇന്ത്യയിലല്ല, ഇന്ത്യക്ക് പുറത്ത് പ്രത്യേകിച്ച് മെയിൽ നേഴ്സിനൊക്കെ നല്ല ഹെവി ഡിമാൻഡാണ്. ഇവിടെ പഠിക്കുന്നവരുണ്ട്. അതേപോലെ ഇപ്പോൾ കുറച്ച് പേര് ജർമ്മൻ പഠിക്കുന്നുണ്ടാവും. ജർമ്മനിയിൽ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്ത് ഹൗസ് ബിൽഡിങ് ചെയ്ത് അവിടെ നിന്ന് നേഴ്സാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ നിന്ന് പഠിക്കാനാണ്. നിലവിൽ എനിക്ക് ഹൗസ് ബിൽഡിങ് ചെയ്ത് അവിടെ പഠിക്കാൻ പ്ലാനില്ല. ഇവിടെ നിന്ന് പഠിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകണം എന്നാണ് എനിക്ക് പ്ലാൻ ഉള്ളത്. പിന്നെ മൂവി ഫീൽഡിനോട് ചെറിയ താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് പിന്നെ എനിക്ക് അങ്ങനെ ഇപ്പം തന്നെ പോകാനൊരു ഇതുള്ളത്. അപ്പോൾ ഇവിടെ തന്നെ ഞാൻ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പിന്നെ 1-2 വർഷമൊക്കെ വർക്ക് ചെയ്തിട്ട് ജർമ്മനിയിലേക്ക് അല്ലെങ്കിൽ ഓസ്ട്രേലിയ അവിടെ എവിടെയെങ്കിലും പോകണമെന്ന് വിചാരിക്കുന്നത്. നിലവിൽ നല്ല എന്തായാലും മെയിൽ നേഴ്സിനൊക്കെ നല്ല ഡിമാൻഡ് ഉണ്ട്. അതുകൊണ്ടാണ് പിന്നെ അത് എടുക്കാമെന്ന് വെച്ചത്. പിന്നെ വേറെയും കുറേ നല്ല മെഡിക്കൽ കോഴ്സസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മെഡിക്കൽ കോഴ്സസ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് ചെറിയ റിസർച്ചൊക്കെ നടത്തിയിട്ട് നിങ്ങൾ എന്തായാലും പോകാമെന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഞാൻ എടുക്കുന്ന കോഴ്സിനെ പറ്റി നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഇതാണ്. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ജസ്റ്റ് ഒരു ഉത്തരങ്ങൾ ഞാൻ ഇപ്പോൾ തരാം. അപ്പോൾ വളരെ ക്വസ്റ്റ്യൻസ് ചോദിച്ചുള്ളൂ. അതുകൊണ്ടാണ് ഒരു സെപ്പറേറ്റ് Q&A വീഡിയോ ആയിട്ട് ഇടണ്ടെന്ന് വിചാരിച്ചത്. അപ്പോൾ ആദ്യം എന്നോട് ചോദിച്ചത് വെക്കേഷൻ പ്ലാൻസിനെ പറ്റിയാണ്. ക്രിയേഷൻസ് എന്ന ചാനലാണ് ചോദിച്ചത് വെക്കേഷൻ പ്ലാൻസ് എന്തൊക്കെയാണെന്ന്. വെക്കേഷൻ പ്ലാൻസ് ഇപ്പോൾ ഒന്നുമില്ല. ഞാനിപ്പോൾ ഈ നഴ്സിംഗിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ എൻട്രൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് കേരളത്തിൽ LBS സ്കൂളാണ് അഡ്മിഷൻ ഉള്ളത്. അതായത് നമ്മൾ +2 മാർക്കിൻ്റെ ബേസിൽ. അതെനിക്ക് വലിയ മാർക്കൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അതങ്ങനെ നോക്കുന്നില്ല. തമിഴ്നാട്, കർണാടക എവിടെയാണ് മെയിനായിട്ട് എയിം ചെയ്യുന്നത്. ഇതിൽ തമിഴ്നാട്ടിൽ CMC വെല്ലൂർ എന്നൊരു നഴ്സിംഗിൻ്റെ ഇതുണ്ട്. അതാണ് ഇന്ത്യയിലെ ടോപ്പ് 1 റാങ്കിങ് ഉള്ളത്. പക്ഷെ അവിടെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവിടെ 100 സീറ്റാണ് മൊത്തത്തിലുള്ളത്. അതിൽ 85 സീറ്റ് സ്റ്റാഫ് കോട്ടയും മൈനോറിറ്റി കോട്ടയാണ്. പിന്നെ അതിനകത്ത് തന്നെ 15 വരുന്നതിൽ SCൻ്റെ സീറ്റുണ്ട്. പിന്നെ 10 സീറ്റ് ഇട്ട് അങ്ങനെയുള്ളൂ. അതിന് ബോയ്സിന് ആകെ 2-3 അത്ര ഇട്ടുള്ളൂ. അപ്പോൾ അവിടെ കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും കൊടുത്തിട്ടുണ്ട്. അതിന് എൻട്രൻസ് ചെയ്യണം. പിന്നെ നീറ്റ് കൊടുത്തിട്ടുണ്ട്. നീറ്റ് May 3-നാണ്. നിലവിൽ അതിനുവേണ്ടി പഠിക്കാൻ തുടങ്ങിയിട്ടില്ല. നീറ്റിന് വെറുതെ ഒന്ന് എഴുതി വെക്കാന്ന് വെച്ചിട്ട് കൊടുത്തതാണ്. എന്തായാലും കിട്ടുമെന്നില്ല. പിന്നെ KCET കൊടുത്തിട്ടുണ്ട്, കർണാടക കോമൺ എൻട്രൻസ് ടെസ്റ്റ്. അതും കിട്ടിയിട്ട് അതിലൊക്കെ വഴി സെൻറ് ജോൺസ് കോളേജ് ബാംഗ്ലൂരിലുള്ള നല്ല കോളേജ് കിട്ടിയിട്ടുണ്ട്. അവിടെയൊക്കെ കിട്ടുകയാണെങ്കിൽ പോകണം. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിമ്മൻസ് എന്ന് പറഞ്ഞ ന്യൂറോ സയൻസിനൊക്കെ കോളേജാണ്. അപ്പോൾ അവിടെ നിന്ന് BSc നഴ്സിംഗ് ചെയ്യണമെന്ന് എയിം ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ കിട്ടുകയാണെങ്കിൽ വളരെ ചെറിയ ഫീസുള്ളൂ. എല്ലാം പ്രൈവറ്റിൽ പഠിക്കാൻ നല്ല ക്യാഷ് എടുക്കണം. എനിക്കൊന്നും അങ്ങനെ പഠിക്കാൻ താല്പര്യമില്ല. അപ്പോൾ നിമാൻസ് ഒക്കെയാണ് മെയിനായിട്ട് എയിം ചെയ്യുന്നത്. അതിൻ്റെ എൻട്രൻസ് വിളിക്കുമ്പോൾ കൊടുക്കണം. അപ്പോൾ നഴ്സിംഗും അല്ലെങ്കിൽ വേറെ
മെഡിക്കൽ അല്ലെങ്കിൽ കോഴ്സസ് ഒക്കെ ചെയ്യുന്നവർ അതിന് എൻട്രൻസ് കൊടുത്തിട്ട് അവിടെ വേറെയും എന്തിനൊക്കെയോ ഉണ്ട്, BSc ഫിസിയോതെറാപ്പി എന്തൊക്കെ സാധനങ്ങൾ അവിടെ ഉണ്ട്, നിങ്ങൾ അറിയാത്തവരൊക്കെ ഒന്ന് കൊടുത്തിടുക. അപ്പോൾ അതിൻ്റെയൊക്കെ എൻട്രൻസ് പഠിക്കണം, പിന്നെ നല്ല ബുക്സ് വായിക്കണം, കുറച്ച് എഴുതണം. ഇതൊക്കെയാണ് വെക്കേഷൻ പ്ലാൻസ് പറയുകയാണെങ്കിൽ. അതേപോലെ ഈ യൂട്യൂബിലൊക്കെ നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യണം, നല്ല റീൽസ് അപ്ലോഡ് ചെയ്യണം. ഇപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വെക്കേഷൻ പ്ലാൻസ് എന്ന് പറയുകയാണെങ്കിൽ. പിന്നെ എന്നോട് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്, ബ്രോയുടെ സ്കൂളിൽ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് ആഫ്റ്റർ +2 പ്ലാൻ. ഞാൻ പറഞ്ഞു BSc നഴ്സിംഗ് ആണ് ആഫ്റ്റർ +2 പ്ലാന്. സ്കൂളിൽ പഠിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്കൂളിലാണ്, മലപ്പുറം. പിന്നെ മ്യൂസിക് ലിറിക്സ് ചാനൽ വെച്ചിട്ടുണ്ട് ഫ്യൂച്ചർ പ്ലാൻസ് സ്റ്റഡീസ്. ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുകയാണെങ്കിൽ മൂവി ഫീൽഡാണ് ഡ്രീം എന്ന് പറയുകയാണെങ്കിൽ, സ്റ്റഡീസ് ഇപ്പോൾ BSc നഴ്സിംഗ് പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. അതേപോലെ അനുഗ്രഹം ഇൻസ്റ്റയിൽ എന്തോ ഷോർട്ട് ഫിലിമിന് വേണ്ടി മെസ്സേജ് ഇട്ടു, ഞാൻ കണ്ടില്ല ബ്രോ, എൻ്റെ 2 അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല ബ്രോ, ഒന്നും കൂടി നോക്കിയിട്ട് മെസ്സേജ് അയക്കുക. പിന്നെ കാർത്തിക്, എല്ലാവരും ഈ ആഫ്റ്റർ +2 പ്ലാനെ പറ്റിയാണ് ചോദിക്കുന്നത് മെയിനായിട്ട്. പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ കഴിഞ്ഞില്ലേ, അപ്പോൾ മാർക്ക് ഗസ് ചെയ്യാൻ. എനിക്ക് കുറവായിരിക്കും, നിങ്ങൾ വിചാരിക്കുന്നതിൽ ഫുൾ A+ ഒരു തേങ്ങ ഉണ്ടാവില്ല. എനിക്ക് മലയാളത്തിന് A+ ഉണ്ടാവും, ചിലപ്പോൾ ഇംഗ്ലീഷിന് മിക്കവാറും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ബയോളജിക്ക് ഒരു വലിയ കുഴപ്പമില്ലാത്ത മാർക്ക് ഉണ്ടാവും. ബാക്കി കെമിസ്ട്രിക്കാണ് ബാക്കിയുള്ളതിനേക്കാളും ഉണ്ടാവുക തോന്നുന്നത്, അതായത് മാത്സിന് ഫിസിക്സിനെ അപേക്ഷിച്ച്. മാത്സ് ഫിസിക്സ് നല്ല കുറവായിരിക്കും. ഇതിൽ +2 ഇമ്പ്രൂവ്മെൻറ്റ് ഫിസിക്സ് ചെയ്താണ് വിചാരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു 74 തൊട്ട് 78, 79% വരെ എനിക്ക് ടോട്ടൽ കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ സിനിമ കൃഷർ ചോദിച്ചിട്ടുണ്ട് ഡ്രീം മൂവി ഫീൽഡാണ് ഡ്രീം, ആക്ടർ ഡയറക്ടർ. പിന്നെ ശ്രാവൺ ചോദിച്ചിട്ടുണ്ട് കീം എഴുതുന്നുണ്ടോ എന്ന്. കീം ഞാൻ എഴുതുന്നില്ല, എനിക്ക് അങ്ങനെ എഞ്ചിനീയറിംഗ് അങ്ങനത്തെ ഫീൽഡ് താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ കീം എഴുതുന്നില്ല. അതിൽ +1 ബയോളജി ഇമ്പ്രൂവ്മെന്റ് സിമ്പിളായിരുന്നു, കുഴപ്പമില്ല, വലിയ മാർക്ക് ഇൻക്രീസ് ഉണ്ടാവില്ല. ഞാൻ ബോട്ടണി മാത്രമേ പഠിച്ചിരുന്നുള്ളൂ. പിന്നെ അനിക ചോദിച്ചിട്ടുണ്ട് എബൌട്ട് യു. എന്നെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ഫുൾ നെയിം പറയുകയാണെങ്കിൽ ആഷ്വൽ ജെയിൻ തോമസ് എന്നാണ്. ഞാൻ താമസിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ്, അതിനടുത്തുള്ള കോഹിന്നൂരിലാണ് താമസിക്കുന്നത്. ദേവതിയാൽ എന്ന് പറയും, ഇതിന് തൊട്ടടുത്തുള്ള സ്ഥലമാണ്. അപ്പോൾ ഞാൻ താമസിക്കുന്നത് അവിടെയാണ്. ഇപ്പോൾ +2 ഒക്കെ കഴിഞ്ഞു, 18 വയസ്സായി. അപ്പോൾ എന്നെപ്പറ്റി പരിചയപ്പെടുത്താനാണെങ്കിൽ ഇത്രയൊക്കെ ഉള്ളൂ, ബാക്കി നിങ്ങൾക്ക് പിന്നെ അറിയായിരിക്കും. പിന്നെ +1 എത്ര പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു, 10th എത്ര മാർക്കാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. +1 എനിക്ക് ഓൾമോസ്റ്റ് 75 അടുത്താണ് പെർസെൻറ്റേജ്, 74 പോയിന്റ് എത്രയാണ് പെർസെൻറ്റേജ് ഉള്ളത്. അതുപോലെ 10th ക്ലാസ്സിൽ എനിക്ക് 95%, അങ്ങനെ എന്താണ് 7 A+, 3 A, അങ്ങനെയാണ് എനിക്ക് 10th ക്ലാസ്സിലെ റിസൾട്ട്. പിന്നെ എല്ലാവരും മെയിനായിട്ട് ഫ്യൂച്ചർ പ്ലാൻ അങ്ങനെ തന്നെ ചോദിക്കുന്നത്, വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ മെയിനായിട്ട് ചോദിക്കുന്നില്ല. പിന്നെ ചോദിച്ചിട്ടുള്ളത് എന്താ വെച്ചാൽ റീസൺ ഫോർ ചൂസിങ് കോഴ്സ് വിച്ച് കോളേജ്, കേരള അനദർ സ്റ്റേറ്റ്. ഞാൻ പറഞ്ഞു അനദർ സ്റ്റേറ്റ് തന്നെയാണ്. കോളേജ് എയിം ചെയ്യുന്നത് നിംഹാൻസ് ആണ്, വേറെ സെൻറ് ജോൺസും CMC കിട്ടുകയാണെങ്കിൽ അവിടെയും പോകും ഞാൻ. പിന്നെ കീർത്തന പറഞ്ഞിട്ടുണ്ട് LBS കൊടുക്കുന്നുണ്ടോ, ഞാനും BSc നഴ്സിംഗിന് പോകാനായിരുന്നു. LBS ഞാൻ കൊടുക്കും, പക്ഷേ അത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് കൊടുക്കുന്നില്ല. അതേപോലെ ഐസക് ന്യൂട്ടൺ പറഞ്ഞിട്ടുണ്ട് ഫിസിയോതെറാപ്പി കൊടുക്കുന്നുണ്ട്. ഫിസിയോതെറാപ്പി ഞാൻ കൊടുക്കുന്നില്ല, BSc നഴ്സിംഗ് തന്നെയാണ് ഞാൻ നോക്കുന്നത്. പിന്നെ കോമ്പറ്റേറ്റീവ് എക്സാം നോക്കുന്നുണ്ട്, ഞാൻ നീറ്റ് കൊടുത്തിട്ടുണ്ട്, KCET കൊടുത്തിട്ടുണ്ട്. ഐശ്വര്യ ജയൻ ചോദിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ BSc നഴ്സിംഗ് ആണ് പോകാൻ പോകുന്നതെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഒരു പേടി തോന്നുന്നുണ്ടോ, ബ്ലഡൊക്കെ പിന്നെ ഇഞ്ചക്ഷൻ എടുക്കാനൊക്കെ. ഇല്ല, എനിക്ക് പണ്ടൊട്ടേ ബ്ലഡ് ഇഞ്ചക്ഷൻ അതിൻ്റെ അടുത്തൊന്നും പേടിയില്ല. എന്നെ കുത്തുമ്പോൾ എനിക്ക് അങ്ങനെ പേടി വേദന ഒന്നും ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല, അതുകൊണ്ട് എനിക്ക് അതിനെ അപേക്ഷിച്ച് വലിയ പേടിയൊന്നും എനിക്കില്ല, ബ്ലഡിനെ കാര്യങ്ങളൊന്നും അപേക്ഷിച്ച്. വെക്കേഷൻ ടൈമിൽ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? വെക്കേഷൻ ടൈമിൽ നേരത്തെ പറഞ്ഞല്ലോ, ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് പ്ലാൻ ഉണ്ട്. അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസ് തന്നെയാണ് എല്ലാവരും ചോദിച്ചത്, മെയിനായിട്ട് കോമൺ ആയിട്ട് ഒരേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ആഫ്റ്റർ +2 പ്ലാന്. അപ്പോൾ എനിക്ക് ഇത്ര കാര്യങ്ങൾ മൊത്തത്തിൽ പറയാനുള്ളൂ. ചിലവരുണ്ടോ ഇപ്പോഴും കരിയർ ഒന്ന് ചൂസ് ചെയ്യാൻ എടുക്കുന്നത്, അപ്പോൾ അവരൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ചൂസ് ചെയ്യുക. കാരണം ഇനി ടൈമില്ല, ഇപ്പോഴേ നമ്മൾ ചെയ്യാൻ തുടങ്ങിയാലേ നമുക്ക് അതിലേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കോഴ്സിൻ്റെ പിന്നാലെ പോകേണ്ടി വരും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഏത് ഫീൽഡാണ് ആ ഫീൽഡ് നിങ്ങൾ നോക്കിയിട്ട് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് പറ്റുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഫീൽഡിലേക്ക് പോകാൻ ശ്രമിക്കുക. അത്രയ്ക്ക് പാഷനേറ്റ് ആണെങ്കിൽ JEE നീറ്റ് പോലത്തെ സംഭവങ്ങൾ എഴുതുക, അല്ലെങ്കിൽ നിങ്ങൾ എഴുതരുതെന്നാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് അത്രയ്ക്ക് പാഷനേറ്റ് ആണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ച് നല്ല രീതിക്ക് എത്താൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഡ്രീം കരിയറിലേക്ക് എത്താൻ പറ്റട്ടെ ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ ഇനി എന്തൊക്കെ വീഡിയോസാണ് വേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് അടിയിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ കാണാം. അപ്പോൾ ശരി, ബൈ.